എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമാണ് അതെടുക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഞണ്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു ചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. അവർ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുക്കുകയാണ്. ഒരിക്കലും ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. ഒന്നാമത് ആ വ്യക്തിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം, ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ച് കിട്ടുവാനായിട്ട് എളുപ്പമല്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല ആ വ്യക്തിയുടെ മനസ്സ് ആ തീരുമാനത്തിലേക്ക് അടുക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾ വളരെ ഭയപ്പെട്ടാണ് ഈ തീരുമാനം ആ വ്യക്തിയുടെ മുമ്പിലേക്ക് വരുന്നത്. നിങ്ങളുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങനെ വേണമെങ്കിലും സംഭവിക്കായിരുന്നു. ഇപ്പോൾ ഈ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകുകയാണ്. ഏത് തീരുമാനമാണെങ്കിലും ഏത് അറിയിപ്പാണെങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമായി വരികയാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് അനുകൂലമായി മാറുമെന്ന്. ഒരു പ്രതീക്ഷയുടെ ഒരു കണിക പോലും അടുത്തുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം അതിന് പ്രാധാന്യം അങ്ങനെയായിട്ട് കടന്നുപോയത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല, ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഒരിക്കലും അറിയാൻ കഴിയുന്നില്ല. അറിഞ്ഞിടത്തോളം അത് നടക്കില്ല, അത് നിങ്ങൾക്ക് അനുകൂലമാകില്ല എന്ന് തന്നെയാണ് നിങ്ങൾ കരുതിയത്. അനുകൂലമാകാനുള്ള സാധ്യതയുമില്ലായിരുന്നു. കാരണം അത് വളരെ വിദൂരത്തിലുള്ളൊരു കാര്യമാണ്. അതൊരിക്കലും അനുകൂലമാകുന്നൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നില്ലായിരുന്നു, അത് വരിയില്ലായിരുന്നു. തീർത്തും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുക, ആ അനുകൂലമല്ലാത്ത സാഹചര്യം വലിയ പ്രതിസന്ധിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയേക്കാമായിരുന്നു. കാരണം പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഇനി ഇടപെട്ട് ഏതെങ്കിലും ആളുകൾ ഇടപെട്ടിട്ട് നിങ്ങൾക്ക് നന്നാക്കുമെന്നോ, അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമാകുമെന്നോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് മാറുമെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള യാതൊരു അവസരവും, യാതൊരു അനുകൂലമായ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെ അത് കൈകാര്യം ചെയ്യുമെന്ന് പോലും നിങ്ങൾക്കറിയില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ട് ഉളവാക്കിയ, വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിൽ അത് എങ്ങനെ അനുകൂലമാക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. എങ്ങനെ അനുകൂലമാകുമെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷെ അത് അനുകൂലമായി. നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി മാറി. ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഘടകം ഉണ്ടായിരുന്നു. അതിനൊരു മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ അനുകൂലമാകുമോ ഇല്ലയോ നിങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എങ്ങോട്ട് വേണമെങ്കിലും തിരിയാമായിരുന്നു. കൂടുതൽ ഒരു കാര്യം സംഭവിച്ചാൽ മാത്രമേ അത് അനുകൂലമാകുമായിരുന്നുള്ളൂ. ബാക്കി 99 കാര്യങ്ങളും സംഭവിക്കുകയാണെങ്കിൽ അത് അനുകൂലമാകുകയില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോകുന്നു, അല്ലെങ്കിൽ വന്നിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമുണ്ട്. അത് നിങ്ങൾക്ക് അനുകൂലമാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് അനുകൂലമാകും. അത് അനുകൂലമാകുന്ന സാഹചര്യം അറിയുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത്. ഒരു സാധ്യതയുമില്ല അത് നടക്കാനോ അത് സംഭവിക്കാനോ ഒരു സാധ്യതയുമില്ലാത്തൊരവസരത്തിൽ, ഒരു സാധ്യതയുമില്ലാത്തൊരു കാര്യത്തിൽ അത് നിങ്ങൾക്ക് അനുകൂലമാവുകയാണ്. വളരെ പോസിറ്റീവായിട്ട് പോവുക. നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വരികയാണ്. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി നിലപാട് സ്വീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അടുത്തതായിട്ട് മത്സ്യം ഫയലായിട്ട് സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്. എപ്പോഴും നന്മ ആണ് നിങ്ങൾ ആഗ്രഹിച്ചത്. പലപ്പോഴും കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിട്ടും, കിട്ടാനുള്ള അവകാശം ഉണ്ടായിട്ടും തൊട്ടടുത്തെത്തുമ്പോൾ അതൊക്കെ അകന്നു പോകുന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോവുക, മറ്റാരെങ്കിലും അത് തട്ടിയെടുക്കുക, മറ്റാരെങ്കിലും എന്തെങ്കിലും വ്യാജമായ കാര്യങ്ങളൊക്കെ പറഞ്ഞത് സ്വന്തമാക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാത്തിലും കഴിവും പ്രാപ്തിയും അനുകൂല അന്തരീക്ഷവും സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുന്നിൽ വെച്ച് അതങ്ങോട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. കുറേ നാളായി. എല്ലാവർക്കും നിങ്ങളോട് എതിർപ്പുണ്ടായിരുന്നില്ല, എല്ലാവർക്കും നിങ്ങളോട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഐശ്വര്യവും ഈശ്വരചിന്തയും നന്മയും ഒക്കെ ഉണ്ട്.
എല്ലാം ഒരു പോസിറ്റീവ് മൈൻഡാണ്. പക്ഷെ കിട്ടാതിരുന്നപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ല. മറ്റുള്ളവർ പലതും പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം വരാൻ പോകുന്ന ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ തന്നെ അത് റെഡിയാവും. ഒരുപക്ഷെ ആ വ്യക്തിക്ക് തന്നെ എതിർപ്പുണ്ടായില്ല. പക്ഷെ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകേണ്ട കാര്യങ്ങൾ മാറി മാറിപ്പോയിരുന്നു. അത് നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തിയില്ല. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വൈകിച്ച്, പ്രത്യേകിച്ച് ആ വ്യക്തിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ചില അവസ്ഥ, ചില നന്മകൾ, ചില സൗഭാഗ്യങ്ങൾ, അത് വരുന്ന വഴിയിൽ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നു. കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പോയി. എല്ലാവരും പറയുമ്പോൾ പറയും നിങ്ങളാണ് ഏറ്റവും യോഗ്യത, നിങ്ങൾക്കത് നേടാൻ കഴിയും, നിങ്ങളതിപ്പോൾ തന്നെ നേടും എന്നിങ്ങനെയുള്ള പല സംസാരങ്ങളും പല കാര്യങ്ങളും എല്ലാവരുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. പക്ഷേ അത് ലഭിച്ചെങ്കിലല്ലേ ലഭിച്ചെന്ന് പറയാൻ കഴിയുള്ളൂ. അതിങ്ങനെ ഓരോന്ന് മാറി മാറിപ്പോയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ടായി. ഞാനിങ്ങനെ പിന്തള്ളപ്പെട്ടു പോകുമോ? ചില ആളുകൾക്കും സംശയമുണ്ടായി. കാര്യം എല്ലാം നടക്കും, അതിന് യോഗ്യതയുണ്ട്, അതിന് അവസരമുണ്ടെന്നൊക്കെ പറയുമ്പോഴും തൊട്ടായിട്ട് അർഹതപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുന്നത് അതൊരു ദുഃഖകരമാണ്. നമ്മളതിന് അർഹനാണ്, ആ സ്നേഹത്തിന് അർഹനാണ്, ആ കാര്യം നേടിയെടുക്കുന്നതിന് അർഹനാണ്. പക്ഷേ തൊട്ടടുത്തെത്തുമ്പോൾ അത് മാറി മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ആ സാഹചര്യം ഇല്ല, നിങ്ങളത് നേടുന്നു. കാരണം അകൽച്ചകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, അതെല്ലാം മാറി ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ സൗഭാഗ്യമായി വളരെ സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരു വിഷമവും ഇല്ലാത്ത രീതിയിൽ, ഒരു കഷ്ടപ്പാടും ഇല്ലാത്ത രീതിയിൽ, ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇനി അതോർത്ത് നിങ്ങൾ ഭയപ്പെടാനില്ല, അതോർത്ത് നിങ്ങൾ വിഷമിക്കാനില്ല. നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാകുന്നു. ഇത്രയും നാൾ വൈകിയ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ ഇരട്ടിയാണ് കിട്ടുന്നത്. എത്ര തവണ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടുവോ, എത്ര തവണ ആ വ്യക്തികൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞില്ലയോ, അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എത്ര തവണ ദേഷ്യം ഉണ്ടായി, സങ്കടം ഉണ്ടായോ, അതിനെല്ലാം മറികടന്നുകൊണ്ട് ആ ദേഷ്യവും സങ്കടവും ഒക്കെ മാറി നിങ്ങൾക്ക് ജീവിതത്തിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കരുത്തും ബലവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ സന്തോഷപൂർവ്വം നടക്കുന്നു. ഇനി അതിനൊരു താമസമില്ല, ഇനി അതിന് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാം മംഗളമായിട്ട് നടക്കുന്നു, എല്ലാം സന്തോഷകരമായിട്ട് നടക്കുന്നു. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. ആ പോസിറ്റീവ് എനർജി ഉണ്ടായതോടുകൂടി നിങ്ങൾ പുതിയൊരു ദിശയിലേക്ക് വരുന്നു. നഷ്ടപ്പെട്ടതിൽ നിങ്ങൾക്ക് ഉണ്ടായ ചെറിയ വിഷമങ്ങൾക്ക് പകരം ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ ഒക്കെ നൽകുകയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് അതാണ്. അത് നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അതിനേക്കാൾ ഊർജ്ജത്തോടെ, അതിനേക്കാൾ ശക്തിയോടെ അനുകൂലമാകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.